ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാ പേർക്കും അഷ്ടപതി വെൽവിഷസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ഞാൻ നിധിവനത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നതാണ്. നിധിവനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വൃന്ദാവനത്തിലാണ്. കഴിഞ്ഞ വർഷം ഭഗവതി രാധാറാണിയുടെ കൃപാകടാക്ഷം കൊണ്ട് എനിക്ക് വൃന്ദാവനത്തിൽ പോകാനും ഭഗവതി രാധാറാണിയെ കൂടുതൽ അടുത്തറിയാനും ഒരു അവസരം രാധാറാണി തന്നായിരുന്നു. അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാ പേർക്കും രാധാറാണി അനുഗ്രഹം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രാധാറാണിയുടെയും കൃഷ്ണന്റെയും സ്നേഹത്തിന് സാക്ഷ്യം വഹിച്ചത് വൃന്ദാവനത്തിലെ വള്ളിക്കുടിലുകളാണ്. ഈ വള്ളിക്കുടിലുകളെ കുഞ്ച് എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാനെ കുഞ്ചബിഹാരി എന്നും അറിയപ്പെടുന്നുണ്ട്. ആ വള്ളിക്കുടിലുകളിൽ രാധയും കൃഷ്ണനും പരസ്പരം അറിഞ്ഞിരുന്നപ്പോൾ അവരിലുണ്ടായ ആ ആത്മീയ തലമാണ് രാസലീലാ തലം. അതാണ് രാസലീല എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് രാധയുടെയും കൃഷ്ണന്റെയും പ്രണയഭാവത്തെയാണ് രാസലീല എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അതാണോ? യഥാർത്ഥത്തിൽ എപ്പോഴാണോ ജീവാത്മാവ് തൻ്റെ ജീവന്റെ കാരണമായ അല്ലെങ്കിൽ തൻ്റെ എല്ലാ സമസ്ത ഐശ്വര്യങ്ങൾക്കും കാരണമായ പരമാത്മാവിനെ തിരിച്ചറിയുന്നത്, ആ പരമാത്മാവിൽ ലയിക്കുന്നത്, അപ്പോഴാണ് രാസലീല സംഭവിക്കുന്നത്. ഈ നിധിവന പ്രദേശം എന്നും സന്ധ്യാസമയമായി കഴിഞ്ഞാൽ എല്ലാ പേരും നിധിവനം വിട്ടു പോകും. ഉറുമ്പുകൾ പോലും നിരയിൽ പുറകിലോട്ട് പോകും എന്നാണ് പറയപ്പെടുന്നത്. കാരണം എന്തുകൊണ്ടാണ്? രാസലീല, ഭഗവാൻ രാസലീലയാടുന്നത് ആരും കാണാൻ പാടില്ല. 5 മണി കഴിഞ്ഞാൽ ആർക്കും പ്രവേശനം ഉണ്ടാകുന്നതുമല്ല. നിധിവനത്തെ കാടും കഴിഞ്ഞ് ഉള്ളിലോട്ടെത്തിയാൽ നമുക്ക് കാണാം അധികം ഉയരമില്ലാത്ത ചെറിയ വള്ളിച്ചെടികൾ. ഈ ചെടികൾ എന്താണെന്ന് അറിയാമോ? സത്യത്തിൽ തലേ ദിവസം നൃത്തം ചെയ്ത ഗോപന്മാരാണ്. അതായത് ഭഗവാൻ കൃഷ്ണന്റെ കൂടെ രാസലീലയിൽ പങ്കെടുത്ത ഗോപന്മാരാണ് ഈ ചെടികളായിട്ട് നിൽക്കുന്നത് അവിടെ. എന്തുകൊണ്ടാണ് ഈ ചെടികൾ ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുന്നത് എന്നറിയാമോ? നൃത്തം ചെയ്ത് ഒരു പ്രത്യേക ചുവട് വെക്കുമ്പോഴാണ് പ്രഭാതമാകുന്നത്. ആ ചുവടിൽ അങ്ങനെ തന്നെ വൃക്ഷങ്ങളായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഈ വൃക്ഷങ്ങൾ എപ്പോഴും ഒരേപോലെ അല്ല ഉണ്ടാവുക. അതിൻ്റെ ആകൃതി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നൃത്തരൂപത്തിലിരിക്കുന്ന ഓരോ ഗോപന്മാരാണ് ഓരോ ചെടികളും. ഈ വൃക്ഷങ്ങൾക്ക് നടുവിലാണ് രാധാകൃഷ്ണന്മാർ സഞ്ചരിച്ചത്. അതുതന്നെയാണ് നിധിവനത്തിലെ പ്രാധാന്യവും. ഇനി നിധിവനത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്ഥലം രംഗമഹൽ. രംഗമഹൽ രാധയെ കൃഷ്ണൻ അണിയിച്ചൊരുക്കുന്ന സ്ഥലമാണ്. ഇവിടെ വിവാഹം നടക്കുവാൻ ആഗ്രഹിക്കുന്നവരോ വിവാഹം ഉറപ്പിച്ചവരോ കല്യാണ ക്ഷണക്കത്തിനോടൊപ്പം രാധാറാണിക്ക് അണിഞ്ഞൊരുങ്ങാനുള്ള വളകളാകട്ടെ, വസ്ത്രങ്ങളാകട്ടെ, ഒരു പെണ്ണിന് അണിഞ്ഞൊരുങ്ങാൻ വേണ്ടിയുള്ള എന്ത് സാധനങ്ങളാകട്ടെ എല്ലാം ഭക്തർ രാധാറാണിക്ക് വേണ്ടി വാങ്ങിച്ച് അവിടെ കൊണ്ട് സമർപ്പിക്കുന്നതാണ്. ഇതൊക്കെ തന്നെ സന്ധ്യാസമയത്ത് എല്ലാവരും പുറത്തു പോകുമ്പോൾ അവിടെ അടുക്കി വെക്കുകയും ആ പ്രധാന വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അകത്തോട്ട് പ്രവേശനമില്ല. എന്നാൽ പിറ്റേ ദിവസം വന്ന് പൂജാരി വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് ഈ അടുക്കി വെച്ച എല്ലാ സാധനങ്ങളും അലങ്കോലമായി കിടക്കുന്നതാണ്. അതിന്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാധാറാണിയെ അണിയിച്ചൊരുക്കാൻ വേണ്ടി കൃഷ്ണൻ ഇതിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. ഇതിന്റെ തത്വം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ രാധാറാണിയെ അണിയിച്ചൊരുക്കുന്നു, അതിൽ ഒരു ശൃംഗാരഭാവം നൽകുന്നു എന്നതൊരു ശ്രേഷ്ഠമായ സങ്കല്പമാണ്. ജീവാത്മാവ് പരമാത്മാവിനെ അറിയാൻ തുടങ്ങിയാൽ, അതായത് യഥാർത്ഥ ഈശ്വരൻ എന്താണ് എന്നറിയാൻ തുടങ്ങിയാൽ ഉണ്ടാകുന്ന ആ ആനന്ദം നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ അണിയിച്ചൊരുക്കി സുന്ദരമാക്കുന്നു. ഇതാണ് അതിന്റെ തത്വം എന്ന് പറയുന്നത്. ഇതാണ് രംഗമഹലിൽ സംഭവിക്കുന്നത്. രംഗമഹലിൽ ഇപ്പോഴും രാധാകൃഷ്ണന്മാരെത്തുകയും രാസലീല ആടുകയും ചെയ്യുന്നതിന്റെ പ്രധാന തെളിവ് ഇത് തന്നെയല്ലേ? രംഗമഹൽ കഴിഞ്ഞാൽ അടുത്തു വരുന്ന സ്ഥലമാണ് രാസമണ്ഡലം. രാസമണ്ഡലം ഒരു തുറസായ ഒരു സ്ഥലമാണ്. അവിടെ ഭഗവാനും രാധാറാണിക്കും കൃഷ്ണനും വേണ്ടിയിട്ട് അവിടെ സിംഹാസനം ഒരുക്കിയിട്ടുണ്ട്. പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: രാധാറാണിയും കൃഷ്ണനും അവിടെ വന്നിരിക്കുമെന്നും എല്ലാ ദിവസവും ഗോപന്മാർ ആ മണ്ഡപത്തിൽ നൃത്തം ചെയ്യും, രാസലീല ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. രാസതലത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആനന്ദിച്ചുകൊണ്ട് മാത്രമേ അവിടെ നിൽക്കാൻ പാടുള്ളൂ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആനന്ദിച്ചുകൊണ്ടല്ല അല്ലെങ്കിൽ സന്തോഷിച്ചുകൊണ്ടല്ല വൃന്ദാവനത്തിൽ നിൽക്കുന്നത് എങ്കിൽ നമുക്ക് വൃന്ദാവനത്തിലെ യഥാർത്ഥ ചൈതന്യത്തെ ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് തന്നെ വൃന്ദാവനത്തിലെ ഗലികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാകണമെന്നാണ്, നമ്മൾ ഉറക്കി പൊട്ടിച്ചിരിക്കണമെന്നാണ്, നമ്മുടെ ആനന്ദത്തിൽ ലയിച്ച് നൃത്തം ചെയ്യണം എന്നാണ്. ആരാണോ വൃന്ദാവനത്തിൽ വെച്ച് ആനന്ദം കൊള്ളുന്നത് അവർക്ക് ആ ആനന്ദത്തിന്റെ ഉയർന്ന ഭാവം അറിയാൻ പറ്റുകയും, എന്നാൽ ആരാണോ വൃന്ദാവനത്തിൽ വെച്ച് ദുഃഖിതരാവുന്നത് അവർക്ക് ജീവിതകാലം മുഴുവൻ ദുഃഖമുണ്ടാവും എന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ രാസമണ്ഡലത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്വയം മറന്ന് നൃത്തം ചെയ്യാനുള്ള ഒരവസരമാണ്. അടുത്ത് രാസമണ്ഡലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അല്പം കൂടി മുന്നിലോട്ട് പോയാൽ വാംശിചോരി രാധാറാണിയുടെ വിഗ്രഹം കാണാം. അതിനർത്ഥം കൃഷ്ണന്റെ ഓടക്കുഴൽ മോഷ്ടിച്ച രാധ എന്നാണ് പറയുന്നത്. രാധാറാണി കൃഷ്ണനാവാനുള്ള ഒരു ശ്രമം നടത്തിയതാണ് ആ ഓടക്കുഴൽ മോഷ്ടിച്ചു എന്നും പറയപ്പെടുന്നു.
എനിക്കും വൃന്ദാവനത്തിൽ എത്തിയപ്പോൾ വംശിച്ചോരി രാധാറാണിയെ കാണാനൊരു അവസരം കിട്ടി. അത് ഞാൻ വീഡിയോയിൽ പകർത്തിയായിരുന്നു. എനിക്ക് പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്, അത് ഞാൻ താഴെ കൊടുക്കാം. എനിക്കറിയാം കുറേ പേര് വൃന്ദാവനത്തിൽ ഇപ്പോഴും പോയിട്ടില്ല, പോകാൻ ആഗ്രഹമുള്ളവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പകർത്തിയത്. അപ്പോൾ നമുക്ക് വംശിച്ചോരി രാധാറാണി ആരാണെന്ന് മനസ്സിലായല്ലോ. ഭഗവാൻ കൃഷ്ണൻ്റെ ഓടക്കുഴൽ മോഷ്ടിച്ച രാധാറാണിയാണ് വംശിച്ചോരി രാധാറാണി. പത്മപുരാണങ്ങളിൽ പറയുന്നു, ഒരിക്കൽ ശിവഭഗവാൻ പോലും രാസലീലയിൽ പങ്കെടുക്കുവാൻ വേണ്ടി വൃന്ദാവനത്തിൽ ഒരു ഗോപിയുടെ രൂപം സ്വീകരിച്ച്, അതായത് ഗോപേശ്വർ മഹാദേവായി രൂപമെടുത്ത് രാസലീലയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന്. അങ്ങനെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് നിധിവനം, അല്ലേ? അപ്പോൾ എല്ലാ പേർക്കും നിധിവനത്തെക്കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ്. ശ്രീല പ്രഭുപാദർ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളുടെയും ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാ അഷ്ടപതി കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.